ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉമ്മലസ് നേരെ ജുഫേറിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുഫേർ എവിടെ പോകുന്നെന്ന് ഈ വീഡിയോയുടെ തമ്പനയിൽ കാണുന്നവർക്കെല്ലാം മനസ്സിലായി കാണും. മനസ്സിലാകാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും ചരിത്രമൊക്കെ നിങ്ങളെ കാണിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിപ്പം ഉമ്മലസത്ത് നിന്ന് ജുഫേറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജുഫേറിലെ അൽഫയത്ത് ഗ്രാൻഡ് മോസ്ക് അഥവാ ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കഴിഞ്ഞ ഈദ് പെരുന്നാളിന് ഫാമിലിയായിട്ടൊക്കെ വന്നതാണ്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഈ ഈദിൻ്റെ ഹോളിഡേയ്സ് ആയിട്ട് സന്ദർശകർക്ക് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു മോസ്ക് സന്ദർശിക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. ഫ്രൈഡേ അത് ഓപ്പൺ അല്ല. ഫ്രൈഡേ പ്രയറിന് വേണ്ടി മാത്രമേ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഗ്രാൻഡ് മോസ്കിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഇന്ന് വന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 9 മണി മുതൽ 4 മണി വരെയാണ് ഗ്രാൻഡ് മോസ്ക് സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നത്. ഇപ്പം 3:21 അപ്പോൾ എന്തായാലും നമുക്കൊരു ഏകദേശം 39 മിനിറ്റോളം ഉണ്ട്. അകത്ത് പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഗ്രാൻഡ് മോസ്ക് കാണാനുള്ള ആകാംക്ഷയിൽ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ മുന്നിൽ കാണുന്നതാണ് ബഹറിലെ അതിമനോഹരമായ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഗ്രാൻഡ് മോസ്ക്. ഇതിൻ്റെ യഥാർത്ഥ പേര് അഹമ്മദ് അൽഫയത്ത് ഗ്രാൻഡ് മോസ്ക് എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജുഫേറിലാണ്. ജുഫേറിലെ ഒയാസിസ് മാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അതുവഴി നമുക്കൊരു എൻട്രി ഉണ്ട്, അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഗ്രാൻഡ് മോസ്കിൻ്റെ ചരിത്രവും മറ്റ് കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതായത് ഈ പാർക്കിംഗ് ഏരിയ ഗ്രാൻഡ് മോസ്കിൻ്റെ സൗത്ത് സൈഡായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 3:30 മണിയായി. 3:30ക്കുള്ള നമാസിന് വേണ്ടിയിട്ട് ഒരുപാട് വിശ്വാസികളാണ് പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമാസ് നടക്കുന്നത് പള്ളിയുടെ മെയിൻ ഹോളിൽ വെച്ചിട്ടാണ്. നമുക്ക് കാണേണ്ടത് മെയിൻ ഹോളാണ്. അപ്പോൾ എന്തായാലും നമാസ് കഴിയുന്നത് വരെ നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാനോ ഈ മെയിൻ ഹോളിലെ കാഴ്ചകൾ കാണുവാനോ ഒന്നും സാധിക്കുകയില്ല. സന്ദർശകരെയൊന്നും ആ സമയത്ത് പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല. അവർ പെർമിഷൻ കൊടുക്കത്തില്ല. എന്തായാലും നമാസ് കഴിയുമ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം സമയമെടുക്കും. 3:45 വരെ നമുക്ക് സമയമുണ്ട്. ഈ സമയം കൊണ്ട് പള്ളിയുടെ 4 വശങ്ങളുടെ കാഴ്ചകളൊക്കെ കാണുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിശ്വാസികൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതുവഴിയാണ് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുവഴിയും പള്ളിയിലേക്ക് കയറുവാനായിട്ടൊരു വാതിലുണ്ട്. അപ്പോൾ സൗത്ത് സൈഡിലെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗത്ത് സൈഡിൽ ഒരു മനോഹരമായ ഒരു ബോർഡ് കാണുവാനിടയായി. അത് പള്ളിയിൽ വരുന്ന സന്ദർശകർ പാലിക്കേണ്ട അല്ലെങ്കിൽ ധരിക്കേണ്ട ഡ്രസ് കോഡിനെ കുറിച്ചുള്ളൊരു ബോർഡാണ്. ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൂടാ എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സുകളോ, ഷോർട്സ് കണക്കുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ സ്വിമ്മിങ് ടൈപ്പ് ഡ്രസ്സുകളോ ഒന്നും ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ക്ലോത്തിങ് വിത്ത് പ്രൊഫാനിറ്റി, അതായത് ഈ മോശമായിട്ടുള്ള വേർഡുകൾ എഴുതിയ ടീഷർട്ടുകളോ അല്ലെങ്കിൽ അതേപോലത്തുള്ള ലോഗോ വെറ്റ ടീഷർട്ടുകളൊന്നും ധരിക്കാൻ പാടില്ല. ടീഷർട്ടുകളോ ഷർട്ടുകളോ അത്തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. ഈ നിബന്ധനകളൊക്കെ പാലിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സെക്യൂരിറ്റി അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ കൊടുക്കുകയുള്ളൂ. നമ്മളിപ്പോൾ സൗത്ത് സൈഡിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഗ്രാൻഡ് മോസ്കിൻ്റെ സൗത്ത് സൈഡാണ്. ഞാനിപ്പോൾ സൗത്ത് സൈഡിൽ നിന്ന് നേരെ പോകാൻ പോകുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. ഈസ്റ്റ് സൈഡിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ കിഴക്ക് ഭാഗത്താണ്. ഈ ഒരു ഭാഗത്താണ് പള്ളിയുടെ മെയിൻ വാതിൽ വരുന്നത്, അതായത് മെയിൻ എൻട്രൻസ് പൂമുഖ വാതിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു വലിയ വാതിലാണ്. അപ്പോൾ ഈ ഒരു വാതിൽ എല്ലായ്പ്പോഴും തുറക്കത്തില്ലെന്ന് തോന്നുന്നു. ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ പെരുന്നാൾ നാളുകളിലോ അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച പ്രയറിന് സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു വാതിൽ, മെയിൻ വാതിൽ തുറക്കുന്നത്. ആ സമയത്തായിരിക്കും വിശ്വാസികൾ ഈ വാതിൽ വഴി പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ ഇന്ന് കണ്ടത് ഈ സൗത്ത് സൈഡിലെയും അതുപോലെ തന്നെ മറ്റ് ഡോറുകളൊക്കെയാണ് അവർ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് യൂസ് ചെയ്തത്. ഇപ്പോൾ എന്തായാലും കിഴക്ക് ഭാഗത്ത്, ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ കിഴക്ക് ഭാഗത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ മുറ്റമാണ്, ഏകദേശം ഒരു 10,000-2,000 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ മുറ്റമാണ്. എന്തായാലും കിഴക്ക് ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പള്ളിയുടെ 4 ചുമരുകളിലും അല്ലെങ്കിൽ 4 വശങ്ങളിലെ ചുമരുകളിലൊക്കെ ഖുറാൻ്റെ വാക്യങ്ങൾ, വിശുദ്ധ ഖുറാൻ്റെ വാക്യങ്ങളൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അവർ യെല്ലോ ചുമല കളറിൽ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഡിസൈനാണെന്ന് വിചാരിച്ചത്, പിന്നെയാണ് അത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ അത് നോട്ടീസ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിശുദ്ധ ഖുറാൻ്റെ വാക്യങ്ങളാണ്, ഖുറാൻ വേഴ്സസ് ആണ് എഴുതി വച്ചിരിക്കുന്നത്. മനോഹരമായ വാളിലൊക്കെ, ഈ മാർബിളിൽ തീർത്ത വാളിലൊക്കെ ഖുറാൻ്റെ വാക്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയുടെ വടക്ക് ഭാഗത്താണ്. വടക്ക് ഭാഗത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ ഉള്ളത് പള്ളിയുടെ വടക്ക് ഭാഗത്താണ്. വടക്ക് ഭാഗത്തിലൂടെ നടന്ന് നീങ്ങുമ്പോൾ മനോഹരമായ ഒരു വാതിൽ കാണുവാനിടയായി. നമ്മളെ കിഴക്ക് ഭാഗത്തെ പ്രധാന പ്രവേശന കവാടത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനും അതേ വലുപ്പത്തിലും നീളത്തിലൊക്കെയാണ് ഈ ഒരു വാതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പള്ളിക്ക് മൊത്തത്തിൽ ഏകദേശം 3ഓളം വാതിലുകളാണുള്ളത്. ഒന്ന് തെക്ക് ഭാഗത്തും, ഒന്ന് കിഴക്ക് ഭാഗത്തും, ഒന്ന് വടക്ക് ഭാഗത്തും. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുകളോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും വടക്ക് ഭാഗത്തെ ഇടനാഴിയിലൂടെ, വലിയ മനോഹരമായ ഒരു ഇടനാഴിയാണ്, ആ ഇടനാഴിയിലൂടെ ഇപ്പം ഞാൻ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടനാഴിയുടെ 2 സൈഡിലും വലിയ മാർബിൾ തീർത്ത പില്ലറുകളുണ്ട്. ആ പില്ലറുകളിലൊക്കെ ഈ ചിമ്മിനി വിളക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയുടെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പിക്ചറുകളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. മനോഹരമായ ഒരു രാത്രി കാഴ്ചകളാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്ക് തരുന്നത്. അപ്പോൾ എന്തായാലും രാത്രിയിൽ നിന്ന് സന്ദർശകരെ ഇവിടെ അനുവദിക്കുന്നതല്ല. ഈ ഒരു 5 മണി വരെയൊക്കെയാണ് സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ. 9 മണി തൊട്ട് 4 മണി വരെയാണ് പള്ളിയുടെ പ്രവർത്തന സമയം. അത് കഴിഞ്ഞിട്ട് സന്ദർശകർക്കൊക്കെ ഈ ടൂർ ഗൈഡിനോടൊപ്പം കുറച്ച് സമയം കൂടെ അവിടെ ചെലവഴിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വടക്ക് ഭാഗത്ത് നിന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പടിഞ്ഞാറ് ഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ 4 ചുറ്റും വഴിവിളക്ക് പോലെ മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. രാത്രിയാണ് ഈ വിളക്കുകളുടെ ഭംഗി നമുക്ക് മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നേരെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്ക് ഭാഗത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ നേരത്തെ കാണിച്ചതാണ്. തെക്ക് ഭാഗത്തേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പ്രയറൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പള്ളിയുടെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് മോസ്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. വെയിറ്റ് ആൻഡ് സീ. ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദ് അൽഫൈത്ത് ഗ്രാൻഡ് മോസ്കിൻ്റെ സന്ദർശകരുടെ റൂമിലാണ്. ഞാൻ ഉൾപ്പെടെ 6ഓളം സന്ദർശകരാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പ്രയർ കഴിഞ്ഞാൽ നമ്മളെ ടൂർ ഗൈഡ് എത്തിച്ചേരും. അദ്ദേഹത്തിനോടൊപ്പമാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങളോടൊപ്പം ഇരിക്കുന്നത് ഒരു ചൈന സ്വദേശിയും ഒരു ബംഗ്ലാദേശ് സ്വദേശിയും പിന്നെ ഞാനുമാണ് ആണുങ്ങളായിട്ടുള്ളത്. മറ്റ് 3 ലേഡീസാണ്. അവർ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. ഒരുമിച്ചാണ് വന്നത്. അവർക്ക് ധരിക്കേണ്ട പ്രത്യേക അബായ പോലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ടൂർ ഗൈഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 6 പേരും അദ്ദേഹത്തിനോടൊപ്പമാണ് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത്. മനോഹരമായ സന്ദർശകരുടെ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയൊരു ലൈബ്രറി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ, അറബിക് ലാംഗ്വേജിൽ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ്റെ പഴയ ലക്കം മുതൽ പുതിയ ലക്കം വരെയുള്ള എല്ലാ ഖുറാനുകളും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് പാർട്ട് 1 ആയിട്ടാണ് എടുക്കുന്നത്. പാർട്ട് 2-ൽ മനോഹരമായ ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളും ചരിത്രങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 2 മിസ് ചെയ്യാതെ തന്നെ കാണുക. എന്തായാലും ഗുഡ് ബൈ.